നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ എനിക്കെതിരെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അവൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. നിയമപരിരക്ഷകർ സുഹൃത്തുക്കളായുണ്ട്. ഇനിയൊരു വരവ് അവൾക്കുണ്ടാവുകയാണെങ്കിൽ അതെന്റെ കുലം മുടിക്കാൻ തന്നെയായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോളെ, അങ്ങനെ വരാനേ അവൾക്ക് കഴിയൂ. കാരണം മരണത്തെ എല്ലാവർക്കും ഭയമാണ്. അതിലും ഭയമാണ് മരണകാരകനായ കാലനെ. ആ കാലനെ വരെ ഇരുട്ടടി അടിക്കുന്നവളാ ഈ പറഞ്ഞ ഡേഞ്ചറസ് നൊട്ടോറിയസ് ക്രിമിനൽ സുസ്മിത. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കൊടിയ വിഷം. അവളെ ജയിക്കാൻ, അവളോട് നേരിട്ട് പോവാൻ ഞാൻ ഇനിയും തന്ത്രങ്ങൾ മെനഞ്ഞേ ഒക്കൂ. കാരണം തന്ത്രങ്ങൾക്ക് മീതെ കുതന്ത്രം മെനയുന്നവൾ അവള്. ഒരിക്കലും അടങ്ങാത്തതും അണയ്ക്കാൻ പറ്റാത്തതുമായ ഒരു തീ, ഫയർ. മേഡം, മേഡം, മന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുസ്മിതയുടെ ജാമ്യത്തിന്റെ കടലാസുകൾ നീക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഓർഡർ ഒരു പക്ഷേ നാളെ തന്നെ ഉണ്ടായേക്കാം. ഉണ്ടായേക്കെന്നല്ല, ഉണ്ടാകണം. മന്ത്രിയെ ജയിപ്പിച്ചെടുക്കാൻ 100 പേരിൽ ഒരാളായി കൈ ഉയർത്തി ജയ് വിളിച്ച ചരിത്രമല്ല എനിക്കുള്ളത്. നന്നായി പണം കൊടുത്തും മസിൽ പവർ കടമെടുത്തും വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ തന്നെയാ അയാൾ ഇപ്പോഴും ഉറച്ചിരിക്കുന്നത്. തന്തയില്ല കുറ്റം കാണിച്ചാ തറയെ വാരിയിട്ട് തല തല്ലി പൊളിക്കും ഞാൻ. പറഞ്ഞേക്ക് അയാളെ കാണുമ്പോ. അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഒരിക്കൽ കണ്ടപ്പോ കഴിച്ച കപ്പ പുഴുങ്ങിയതിന്റെയും നല്ല കാന്താരി മുളകരച്ച ചമ്മന്തിയുടെയും കഥ മന്ത്രി പറഞ്ഞു. സുസ്മിത മാഡം കൊടുത്ത ഭക്ഷണത്തിന്റെ രുചി നാവിൽ ഇപ്പോഴും ഉണ്ടെന്നാ പറഞ്ഞത്. അതുണ്ടാകണം. അതിനുവേണ്ടി മാത്ര അങ്ങനൊരു സാഹസം ഞാൻ അറിഞ്ഞുകൊണ്ട് കാണിച്ചത്. മന്ത്രിയായെന്നേ ഉള്ളൂ, അയാൾക്കിപ്പോഴും ബോധമെന്ന് പറയുന്നൊന്നില്ല. മന്ത്രിയായി കഴിഞ്ഞപ്പോഴും പഴയ കപ്പകൃഷിയും പച്ചവെള്ളം കുടിയും മറക്കാതിരിക്കാനുള്ള സുസ്മിതയുടെ ഓർമ്മപ്പെടുത്തലാണതെന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും ഇപ്പോഴും അപ്പോഴും അയാൾക്ക് വെച്ചിട്ടില്ല. കഷ്ടം. പക്ഷേ സുസ്മിതയുടെ കാര്യത്തിൽ പഴയതൊക്കെ മറന്നാൽ അയാള് വിവരം അറിയും. ഇല്ലെങ്കിൽ ഞാനത് ഭംഗിയായിട്ട് ഇവിടെ കിടന്നോണ്ട് തന്നെ അറിയിക്കും. പോയി പറഞ്ഞേക്ക് അടുത്ത ദിവസം തന്നെ എനിക്കിവിടെ നിന്ന് ഇറങ്ങണമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.